നമ്മൾ എടുത്തു പറയേണ്ടതിന് ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ PK ഉണ്ണി മുങ്ങൽ വിദഗ്ധൻ അദ്ദേഹം ചേരുകയാണ്. ഉണ്ണി സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ, നമ്മൾ ഇന്നൊരു വലിയ പ്രതീക്ഷയിലാണ്. ലോറി കണ്ടെത്തി എന്നുള്ളത് നമുക്ക് വലിയ ആശ്വാസം പകരുന്ന വാർത്തയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നത് ഈ ഡൈവേഴ്സിന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്നൊക്കെ കഴിഞ്ഞ ദിവസം ഡിഫൻസ് PRO നമ്മളോട് പറഞ്ഞിരുന്നു. വലിയ അടിയൊഴുക്കുണ്ട് എന്ന് പറഞ്ഞു. ഒപ്പം സീറോ വിസിബിലിറ്റിയാണ് അവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ എത്രത്തോളം നിർണായകമാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ? ഇത് വളരെ ദുർഘടകരമായ ഒരു സിറ്റുവേഷനാണ് ഡൈവിംഗ് സൈഡിലുള്ളത്. ഡൈവേഴ്സിന് അവിടെ എത്തിച്ചെല്ലാൻ ഇത്രയും അടിയൊഴുക്കുള്ള സമയത്ത് അതിന് കാത്തിരിക്കേണ്ടി വരും. ഞാൻ ഇന്നലെ ഒരു ചാനലിൽ പറഞ്ഞിരുന്നു, അവിടെ വേലിയേറ്റവും വേലിയിറക്കവും സംഭവിക്കുന്ന സ്ഥലമാണെങ്കിൽ അതിന്റെ ഒരു ഇടവേള വരുന്നതായിരിക്കും. ഒരു പക്ഷേ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാറ്. ഇത്രയും അടിയൊഴുക്കില് ഡൈവേഴ്സിന് എവിടെയും സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് ആ ജോബ് ലൊക്കേഷനിൽ എത്തുകയും അതിന്റെ ഇൻസ്പെക്ഷൻ നടത്താനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അവർ നല്ല എക്സ്പെർട്ട് ഡൈവേഴ്സ് ആണ്, നേവി ഡീപ് ഡൈവേഴ്സാണ് വന്നിരിക്കുന്നത്. അവർക്ക് അത് ചെയ്യാൻ കഴിയും എന്നാണ് എന്റെ ആശ, അല്ല പ്രത്യാശ. അപ്പോൾ അതുകൊണ്ട് ഈ ഓപ്പറേഷന് കുറച്ച് ഈ അടിയൊഴുക്ക് കാരണം കുറച്ച് വഴുക്കങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു സമയം നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. ഓരോ 6 മണിക്കൂർ കൂടുമ്പോഴാണ് ഇതിന്റെ വ്യതിയാനങ്ങൾ, വേലിയേറ്റവും വേലിയിറക്കവും നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സമയം എങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അവിടുത്തെ ചുറ്റുപാട്. എന്തായാലും ഓപ്പറേഷൻ നടക്കും. നമുക്ക് കാര്യമായിട്ട് 4-5 ഡൈവ് കൊണ്ട് തന്നെ സംഗതികൾ ആദ്യമായിട്ട് അർജുനെ കേബിൻ കണ്ടെത്തി അത് അർജുനെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ദൗത്യം. അതാണ് അവരുടെ പ്ലാനും. ഇന്നലെ ഞാൻ കണ്ടു. ഫസ്റ്റ് പ്രിപ്പറേഷൻ അർജുനെ പുറത്തിറക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉക്കോൺ ചെയ്യുന്നത്. അത് ഏത് വിധത്തിലാണ് എന്നുള്ളതൊക്കെ ഡൈവേഴ്സ് പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഉണ്ണി സാർ, 15 മീറ്റർ താഴെയാണ് ലോറി ഉള്ളത് എന്നാണ് നമുക്കിപ്പം ലഭ്യമാകുന്ന വിവരങ്ങൾ. അത് പോവുക എന്നുള്ളത് ഈ ഡൈവേഴ്സിനെ, വിദഗ്ധരായ ഡൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണോ? അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല. 15 മീറ്ററോ 20 മീറ്ററോ 50 മീറ്ററോ ആണെങ്കിലും പ്രശ്നങ്ങളില്ല. പക്ഷെ ഈ അടിയൊഴുക്കാണ് നമ്മൾ ആ ജോബിന്റെ ഒന്നാമത്തെ നിൽ വിസിബിലിറ്റി ആയതുകൊണ്ടും അടിയൊഴുക്ക് കുത്തനെയുള്ള അടിയൊഴുക്കായതുകൊണ്ടും വളരെ വളരെ ബുദ്ധിമുട്ടി ചെന്നെങ്കിൽ മാത്രമേ അവിടെ എത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ സ്ലേക്ക് വാട്ടർ, ആ വ്യതിയാനത്തിൽ വരുന്ന സ്ലേക്ക് വാട്ടറിന്റെ ഒരു സമയം നമുക്ക് രാവിലെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഓപ്പറേഷന് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഞാൻ ഇന്നലെ ഒരു ചാനലിൽ പറഞ്ഞ മാതിരി എന്തെങ്കിലും കാര്യമായിട്ടുള്ള വെയിറ്റോ അല്ലെങ്കിൽ ചെറിയ ആങ്കറുമാരുള്ളത് ഇട്ടിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ജോബിനടുത്ത് അങ്ങനെ കെട്ടിയിട്ട് പോകുന്നതായിരിക്കും നന്നാവുക. ഡൈവേഴ്സിന് പോയി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ജാക്സ്ട്രേമാതിരി ഒരു ലൈന് കെട്ടും ജോബിന്റെ അടുത്തേക്ക്. അതാകുമ്പോൾ അത് പിടിച്ച് പോവാം. കുറച്ച് ഒഴുക്കുണ്ടെങ്കിലും നമുക്ക് അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതൊക്കെ നേവിൽ അവർക്ക് അറിയാവുന്നതാണ്. ഞാൻ ഇന്നലെ അത് പ്രതിപാദിച്ചിരുന്നു. ഒരു തിങ്കറുമാതിരി ഒരു ബ്ലോക്ക്, നല്ല വെയിറ്റ് ഉള്ള ഒരു ബ്ലോക്ക് ഇറക്കിയിട്ട് അതിന്റെ മുകളിലൊരു റോപ്പ് കെട്ടി മുകളിലൊരു ഫ്ലോട്ടിംഗ് ബോയ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് മതി ഡൈവറിന് താഴോട്ട് പോകാനും മേലോട്ട് വരാനും പെട്ടെന്ന് എന്തെങ്കിലും പോരാം. പിന്നെ ഒന്നാമതായിട്ട് അതിനകത്ത് ഇപ്പൊ നമ്മള് പറഞ്ഞതുപോലെ മരക്കഷ്ണങ്ങളോ മറ്റ് പാറകളോ ഒക്കെ ഉണ്ടോന്നൊന്നും അറിയില്ല. അതൊക്കെ ഡൈവർ ഒരു ഡൈവിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് കാര്യമായിട്ട് എന്താണ് ഓപ്പറേഷൻ മുന്നോട്ട് എന്നുള്ളത് പ്രതികരിക്കാൻ പറ്റുകയുള്ളൂ. ഒരു കാര്യം കൂടി സാർ, ഈ മല ഇടിഞ്ഞു പോയി എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെടികളും വലിയ മരങ്ങളും ഒക്കെ ഈ നദിക്കുള്ളിലേക്ക് പോയിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ ഈ സാർ പറഞ്ഞതുപോലെ റോപ്പ് ഇട്ട് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ കുരുങ്ങുകയോ മറ്റോ ചെയ്താൽ അത് വലിയ ബുദ്ധിമുട്ടാകില്ലേ? ഇല്ല, അത് റോപ്പ് നമ്മളെ കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ടും അതിനകത്തേക്ക് പോകാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ പോകുന്നത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും പോവുക. അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നമ്മൾ ഫിംഗർ ഇട്ടുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ 1 മീറ്റർ 2 മീറ്റർ അങ്ങനെയുള്ള മൂവ് ചെയ്യുമ്പോൾ ആ ഭാഗത്തുള്ള എല്ലാവിധ ഒബ്സ്ട്രക്ഷനും റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഡൈവർ പോകുന്നത്. അവരേത് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല. ഇതിനകത്ത് സാധാരണഗതിയിൽ ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് KMP ഫേസ് മാസ്ക്, ബെൻഡ് മാസ്ക് എന്ന് പറഞ്ഞതാണ് KMP. അത് ഫുൾ കവർ ഉള്ളതാണ്. മറ്റൊന്നുള്ളത് KMP 17, അത് ഫുൾ ഹെൽമെറ്റ് ആണ്. ഹെൽമെറ്റ് വിത്ത് ആംബലിക്കൽ സർഫേസിലേക്ക് വരുന്നത്. ഏത് രീതിയിലാണ് അവരത് പ്രവർത്തിക്കാൻ പോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അത് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു ഡൈവിംഗ് ആണ്. ഡൈവറിന് അധികം അപകടം വരാത്ത രീതിയിലുള്ളൊരു ഓപ്പറേഷൻ ആയിരിക്കും അവർ നടത്തുക. അപ്പോൾ അത് അവിടെ എത്തിപ്പെട്ട് ആദ്യത്തെ ഒരു ഡൈവ് കഴിഞ്ഞെങ്കിൽ മാത്രമേ
നമുക്ക് ഫർദർ പ്ലാനിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ കഴിയുള്ളൂ. ഈ അടിയൊഴുക്ക് തന്നെയാണ് പ്രധാനമായി നിൽക്കുന്നതെന്ന് താങ്കൾ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഒരു സംശയമാണ്, ഈ മഴ ഇതിനെ ബാധിക്കുമോ സർ? നേരത്തെ സാർ വേലിയേറ്റവും വേലിയിറക്കവും പറഞ്ഞു. അപ്പൊ ഈ അടിയൊഴുക്കിനെ ഈ മഴ ബാധിക്കുമോ? അടിയൊഴുക്കിനല്ല, ഈ ഒരു സമയം നമുക്കുണ്ട്. ഈ വേലിയേറ്റവും വേലിയിറക്കും ലോ വാട്ടർ ഹൈ വാട്ടർ വരുമ്പോൾ ഒരു സ്ലാക്ക് വാട്ടർ ഉണ്ട്. അത് എന്തായാലും ഉണ്ടാവും. അത് മഴയാണെങ്കിലും നമുക്ക് സ്ലാക്ക് വാട്ടർ എന്തായാലും നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് എക്സാക്ട്ലി നമ്മൾ ആ വെതർ ഫോർകാസ്റ്റ് എടുത്തു കഴിഞ്ഞാലേ നമുക്ക് അറിയുള്ളൂ ആ ടൈം എപ്പോഴാണെന്നുള്ളത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അവിടെ കിട്ടാവുന്നതാണ്, ആ ഏരിയയുടെ വെതർ ഫോർകാസ്റ്റ്. കുത്തൊഴുക്കിന്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നാണ് ഞാൻ അന്വേഷിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ഡൈവർ ഇടാനുള്ള സംവിധാനങ്ങൾ നേവിക്കുണ്ട്. അപ്പൊ 2 ഡൈവർ അറ്റ് എ ടൈം, ഒരു ഡൈവർ പോയി കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആണെങ്കിൽ പെട്ടെന്ന് മറ്റേ ഡൈവറും കൂടി പോയി കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്ത് 2 ഡൈവറും കൂടി ആവുമ്പോൾ വളരെ സുതാര്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വിസിബിലിറ്റി, സീറോ വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ അത് പകലും രാത്രിയൊന്നും അതിനെ ബാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഏതെങ്കിലും രീതിയിലുള്ള ലൈറ്റിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൊണ്ടുപോകുക അങ്ങനെയൊന്നും സാധ്യമല്ലല്ലേ നമുക്ക്? അത് ഞാൻ രണ്ടാമത് പറഞ്ഞതിലുള്ളത് ഹാറ്റ് ആവുമ്പോൾ അതിന് ക്യാമറ ലൈറ്റ്, ഹെഡ് ലൈറ്റ് എന്ന് പറയും. ഹെഡ് ലൈറ്റും ഹാറ്റ് മൗണ്ടഡ് ക്യാമറ, ഇത് രണ്ടും അതിന്റെ കൂടെ ഉണ്ടാവുന്ന ഒരു സംവിധാനമാണ് ഈ സൂപ്പർ ലൈറ്റ്. സ്കൂബയിൽ പോകുമ്പോൾ നമ്മൾ ഹാൻഡ് ടോർച്ചാണ് കൊണ്ടുപോകുന്നത്. അപ്പോ അതുകൊണ്ട് കുറച്ച് കാണാം. ചില സമയത്ത് നമുക്ക് ഒഴുക്ക് കുറയുമ്പോൾ വിസിബിലിറ്റി കുറച്ച് കൂടും. ആ സമയത്താണ് ഇത് പോകുന്നത്. പിന്നെ നമുക്ക് ഈ ഓപ്പറേഷന് സമയമെടുക്കും വിസിബിലിറ്റി കുറഞ്ഞത് കൊണ്ട്. എന്നാലും നമ്മൾ ഈ ഫ്ലാക്ക് വാട്ടർ അവിടെ എത്തിപ്പെട്ടാൽ ഡൈവേർട്ടിന് ഒരുവിധം തീരുമാനിക്കാവുന്നതാണ്. എന്താണ് പൊസിഷൻ, കേബിൻ എവിടെയാണ്, എങ്ങനെയാണ് കേബിൻ ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പ്രത്യേകം കേബിൻ ഓപ്പൺ ചെയ്യേണ്ട എനിക്കൊരു സംശയം, കേബിൻ ഉള്ളിൽ നിന്ന് ലോക്കാണെങ്കിൽ കുറച്ചും കൂടി പിന്നെയും ഡിലേ ആവും. അത് നമ്മളത് ഗ്ലാസ് ഒക്കെ പൊട്ടിച്ചിട്ടായിരിക്കേണ്ടി വരും അതിനെ തുറക്കാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടത്. അതിന്റെ ഓണറോടും കൂടി ചോദിക്കണം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സംശയം കൂടി, ഇതിപ്പം ഇത്രയും വെയിറ്റോട് കൂടി എത്രയോ ടൺ ഭാരമുള്ള ലോറിയാണ്, അതിൽ തടി കയറ്റി വന്ന ലോറിയാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. ഇത് സാധാരണഗതിയിൽ ഇത്രത്തോളം വെയിറ്റ് ഉള്ള ഒരു സംഭവം വെള്ളത്തിൽ പോവുകയാണെങ്കിൽ അതിന്റെ ക്യാബിൻ ഓപ്പൺ ആയി പോകാനുള്ള സാധ്യത എത്രത്തോളമാണ് സർ? അതിനകത്ത് മരമായതുകൊണ്ട് നമ്മൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ നമുക്കൊരു ബോയൻസി, ആ മരത്തിനെ കൊണ്ട് കുറച്ച് ബോയൻസി കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ സർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഹുക്ക് ഓൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെത് ഇരട്ടിയായിട്ട് മാറുന്നതായിരിക്കും. അതും കൂടി കാൽക്കുലേറ്റ് അവർ എഞ്ചിനീയേഴ്സ് അവിടെ ഉണ്ടല്ലോ, അപ്പൊ അവർ അതും കൂടി കാൽക്കുലേറ്റ് ചെയ്യും. ഈ മരം മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും വെയിറ്റ് ഉണ്ട്. വെള്ളത്തിൽ ആ മരക്കഷ്ണങ്ങളൊക്കെ അതിന്റെ കൂടെ തന്നെ ഉണ്ടെങ്കിൽ ബോയൻസി കുറച്ചും കൂടി എളുപ്പമായിട്ട് പൊക്കാനുള്ള എല്ലാ സംവിധാനം അവിടെ മണ്ണിൽ നിന്ന് പൊക്കാനുള്ള സംവിധാനമുണ്ട്. നമുക്ക് അറിയേണ്ടത് ഈ ഫസ്റ്റ് ഡൈവ് കഴിഞ്ഞാൽ ഇത് മണ്ണ് മൂടി, എത്രമാത്രം മണ്ണ് മൂടിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഒരു മഡ് ലിഫ്റ്റിന്റെ സംവിധാനം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുന്നത് നന്നായിരിക്കും. ഈ ക്യാബിനുള്ളിലേക്ക് വെള്ളം കയറാനും ഇപ്പൊ 10 ദിവസമായല്ലോ സാർ, ഇത് 10ാമത്തെ ദിവസമാണ്. അപ്പൊ സ്വാഭാവികമായും ക്യാബിൻ തുറന്നു പോകാനും ഒക്കെയുള്ള സാധ്യത താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ലോക്കാണെങ്കിൽ തുറക്കില്ലല്ലോ, അവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ഡ്രൈവർ പോയെങ്കിൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അത് ലോക്ക് ചെയ്തിട്ടാണ് അർജുൻ കിടന്നിരുന്നെങ്കിൽ ആ ലോക്ക് തുറക്കാൻ കുറച്ച് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് അവരോട് തന്നെ ചോദിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് പൊട്ടിക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഓ ശരി ശരി ശരി. ഒരു കൗതുകം കൂടി ഇതിൽ ഈ സമയത്ത് ചോദിക്കാമെന്ന് എനിക്കറിയില്ലെങ്കിൽ, നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സാർ? ഈ ഡൈവേഴ്സും മുകളിലുള്ള ആളുകളും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? അത് നമ്മൾ പറഞ്ഞത് ഹാറ്റ് മൗണ്ടഡ്, നമ്മളെ സൂപ്പർ ലൈറ്റ് 70 എന്ന് പറഞ്ഞ ഹെൽമെറ്റ് വെച്ച് പോവുകയാണെങ്കിൽ അതിൽ കമ്മ്യൂണിക്കേഷൻ മുകളിലൊരു നമ്മളെ ബോക്സിലത്തെ സൂപ്പർവൈസർക്ക് എല്ലാ കാര്യങ്ങളും കാണാനും പിന്നെ അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിക്കാനുള്ള സംവിധാനങ്ങളാണ്. അതിന് ആംബിലിക്കൽ വെച്ചിട്ടാണ് പോകുന്നത്. അതിൻ്റെ അകത്ത് ബ്രീത്തിങ് ഹോസ്, ക്യാമറ ലൈറ്റിന്റെ ഹോസ്, നമ്മളെ കമ്മ്യൂണിക്കേഷൻ ഹോസ്, പിന്നെ നിമോ എന്ന് പറയും വാട്ടർ ടെപ്ത്. നമ്മളെ വെള്ളത്തിൽ എത്ര അടിയിലേക്കാണ് നമ്മൾ പോകുന്നത് അടി അതും കൂടി കാണിക്കുന്ന നിമോ എന്ന് പറയും അതിന്. അതും കൂടി ഉണ്ടാവും അതിന്റെ കൂടെ. ഓക്കെ ശരി. അപ്പൊ എന്തായാലും താങ്കളും ശുഭപ്രതീക്ഷ വെക്കുന്നു ഇന്ന് അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് പറ്റും. ആ ഒരു സമയം കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി വളരെ വേഗത്തിൽ നമുക്ക് ഈ ഓപ്പറേഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ടി കെ ഉണ്ണി, മുങ്ങൽ വിദഗ്ധൻ. അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹവും പ്രതീക്ഷ വയ്ക്കുകയാണ് ഇന്ന് അർജുനെ കണ്ടെത്താനാകും എന്നുള്ളതാണ്. മറ്റ് കാര്യങ്ങൾ അദ്ദേഹം വിശദമായി തന്നെ പറഞ്ഞു, ഏത് രീതിയിലാണ്
എന്തൊക്കെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഒരു ഡൈവർ അകത്തേക്ക് പോവുക എന്നുള്ളത്. ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഈ അടിയൊഴുക്കിന്റെ കാര്യം തന്നെയാണ്. അത് വേലിയേറ്റവും വേലിയിറക്കവും അതിന്റെ ഇടയ്ക്കുള്ളൊരു സമയമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ സമയത്ത് മർദ്ദം കുറവായിരിക്കും, അല്ലെങ്കിൽ അടിയൊഴുക്ക് കുറവായിരിക്കും. ആ സമയം കണ്ടെത്തിയ ശേഷമായിരിക്കും ഡൈവർ അകത്തേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ സമയം. ഇന്ന് അത് തന്നെയാണ്. ആ സമയം കണ്ടെത്തി ഡൈവർ അകത്തേക്ക് പോകുന്നു. അർജുൻ ക്യാബിനിലുണ്ടോ എന്നുള്ള കാര്യം അറിയുന്നു. അതിനുശേഷം മുകളിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അർജുൻ അകത്തുണ്ടെങ്കിൽ ബാക്കിയുള്ള നടപടികൾ അങ്ങനെ. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ ദിവസം. അർജുനായുള്ള തെരച്ചിൽ 10ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ പിടിവള്ളി ലോറി കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അവിടെ 7:30 തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്നത്തെ തെരച്ചിലിനായുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് KV ബൈജു അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തത്. ബൈജു അവിടെ തുടരുന്നുണ്ട്. ചെറിയ മഴ ഇടയ്ക്കൊന്ന് പെയ്ത് മാറിയിരുന്നു. എങ്കിലും ഈ മഴയൊന്നും ഇന്നത്തെ രക്ഷാദൌത്യത്തെ ബാധിക്കില്ല എന്നാണ് ബൈജുവും ഇപ്പോൾ മുങ്ങൽ വിദഗ്ധനായ ശ്രീ ഉണ്ണിയും ഒക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്.